ഹായ് ഫ്രണ്ട്സ്, ഒരു യൂട്യൂബറിനെ സംബന്ധിച്ചിടത്തോളം യൂട്യൂബ് ലൈഫിൽ ഒത്തിരി സന്തോഷം തരുന്ന ആദ്യത്തെ ഒരു സാഹചര്യം എന്ന് പറയുന്നത് നമ്മുടെ ചാനലിനുള്ളിൽ 1000 സബ്സ്ക്രൈബേഴ്സ് കംപ്ലീറ്റ് ചെയ്യുമ്പോഴാണ്. രണ്ടാമത് അതിനേക്കാളും കൂടുതൽ സന്തോഷം തരുന്ന ഒരു സാഹചര്യം എന്ന് പറയുന്നത് ആ ഒരു ചാനലിനുള്ളിൽ മോണിറ്റൈസേഷൻ എനേബിൾ ആകുമ്പോഴാണ്. അപ്പോൾ ആ ഒരു സന്തോഷത്തിലാണ് ഇന്നത്തെ ഈ വീഡിയോ ഞാൻ നിങ്ങളുടെ മുൻപിൽ ചെയ്യുന്നത്. നമ്മുടെ ഈ ഒരു യൂട്യൂബ് ചാനലിന് മോണിറ്റൈസേഷൻ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ മോണിറ്റൈസേഷൻ എന്താണെന്നുള്ളത് കുറച്ച് ആൾക്കാർക്കെങ്കിലും അറിയാവുന്ന ഒരു കാര്യമാണ്. എന്നാലും അതറിയാൻ മേലാത്ത ഒത്തിരി പേര് ഈ വീഡിയോ കാണും എന്നുള്ളതിനാൽ ഞാൻ മോണിറ്റൈസേഷൻ എന്താണെന്നുള്ളതൊന്ന് ഷെയർ ചെയ്യാം. അതായത് നമുക്കൊരു യൂട്യൂബ് ചാനൽ തുടങ്ങണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഫ്രീ ആയിട്ട് തുടങ്ങാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ അതിനുള്ളിൽ വീഡിയോസ് അപ്ലോഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് വേറെ കോസ്റ്റ് ഒന്നും ഇല്ല. പക്ഷേ യൂട്യൂബിനകത്ത് ആദ്യമേ തൊട്ടേ നമ്മൾ വീഡിയോ ഇടുമ്പോഴത്തേക്കിന് നമുക്ക് യൂട്യൂബിൽ നിന്ന് ഒരു വരുമാനമൊന്നും ലഭിക്കുന്നില്ല. അപ്പോൾ യൂട്യൂബിൽ നിന്ന് ഒരു വരുമാനം ലഭിക്കണമെന്നുണ്ടെങ്കിൽ യൂട്യൂബിൻ്റെ പാർട്ട്ണർ പ്രോഗ്രാമിൽ നമ്മൾ ജോയിൻ ചെയ്യണം. അപ്പോൾ ഈ പാർട്ട്ണർ പ്രോഗ്രാമിൽ ജോയിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിന് എലിജിബിലിറ്റി ക്രൈറ്റീരിയ ഉണ്ട്. അപ്പോൾ ആ എലിജിബിലിറ്റി ക്രൈറ്റീരിയയെ വിളിക്കുന്ന പേരാണ് മോണിറ്റൈസേഷൻ എന്ന് വിളിക്കും. അപ്പോൾ 2018 വരെയുള്ള ഒരു എലിജിബിലിറ്റി ക്രൈറ്റീരിയ എന്ന് പറയുന്നത് നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസിനും കൂടി 10,000 വ്യൂസ് മതിയായിരുന്നു. അതേസമയം 2018 കഴിഞ്ഞപ്പോഴത്തേക്കിന് യൂട്യൂബ് അവരുടെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് അതുപോലെ ടേംസ് ആൻഡ് കണ്ടീഷൻസ് ഒന്നും കൂടെ കടുപ്പിച്ചു. അതിൻ്റെ കാരണം ജിയോയുടെ വരവോടുകൂടി കൂടുതൽ ചാനലുകൾ യൂട്യൂബിലേക്ക് വന്നു തുടങ്ങി. അപ്പം അവരുടെ ടേംസും അവരതിനനുസരിച്ചിട്ട് കൂട്ടിക്കൊടുത്തു. അപ്പോൾ 2018 ശേഷമുള്ള കണ്ടീഷൻ എന്ന് പറയുന്നത് നമ്മുടെ ചാനലിനുള്ളിൽ 1000 സബ്സ്ക്രൈബേഴ്സും ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ ഒരു വർഷത്തിനുള്ളിൽ 4000 മണിക്കൂർ പബ്ലിക് വാച്ച് അവറും ഉണ്ടായിരിക്കണം. ഒരു സിംഗിൾ വീഡിയോയ്ക്കല്ല, എല്ലാ വീഡിയോയ്ക്കും കൂടെ ഒന്നിച്ച്. അപ്പോൾ 10,000 വ്യൂസിനെ വെച്ച് നോക്കുമ്പോഴത്തേക്കിന് ഇത് നല്ല കട്ടിയുള്ളൊരു പണിയാണ്, ഈ 4000 വാച്ച് അവർ നമ്മൾ നേടിയെടുക്കുക എന്നുള്ളത്. അപ്പോൾ ഞാൻ ചാനൽ തുടങ്ങിയത് 2020 ജൂൺ ആദ്യമേ ആയിരുന്നു. അപ്പോൾ ഒരു വർഷം എന്നുള്ള ആ ഒരു ക്രൈറ്റീരിയ എനിക്ക് 3.5 മാസം കൊണ്ട് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് സാധിച്ചിട്ടുണ്ട്. അതിലേറെ എനിക്ക് സന്തോഷമുള്ള കാര്യമെന്ന് പറയുന്നത് ഈ ക്രൈറ്റീരിയ കംപ്ലീറ്റ് ചെയ്യാനായിട്ട് ഏറ്റവും പാടുള്ള ഒരു കാറ്റഗറിയാണ് ഞാൻ യൂട്യൂബിനകത്ത് സെലക്ട് ചെയ്തത്. സയൻസ് ആൻഡ് ടെക്നോളജി എന്ന് പറയുന്ന ഒരു കാറ്റഗറി. ആ ഒരു കാറ്റഗറിയിൽ റീച്ച് കിട്ടാനും അതുപോലെ വ്യൂസ് കിട്ടാനും നല്ല പാടുള്ള ഒരു കാറ്റഗറി ആയിരുന്നു. അപ്പോൾ ഞാൻ ആ ഒരു ചാനൽ ജൂൺ മാസം ആദ്യം തുടങ്ങി. ആദ്യത്തെ ഒരു മാസം ഞാൻ ആഴ്ചയിൽ 3 ദിവസമായിരുന്നു വീഡിയോസ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ വീഡിയോസ് ചെയ്ത് ഒരു മാസം കഴിഞ്ഞിട്ടുള്ള ആ ഒരു എൻ്റെ ഒരു അനലിറ്റിക്സ് ഞാൻ എടുത്ത് നോക്കിയപ്പോഴത്തേക്കിന് എനിക്ക് മനസ്സിലായി ഈ രീതിയിൽ മുൻപോട്ട് പോയി കഴിഞ്ഞാൽ 2 വർഷം കഴിഞ്ഞാൽ പോലും ഈ പറയുന്ന ഈ ഒരു ക്രൈറ്റീരിയ എനിക്ക് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് സാധിക്കത്തില്ല. അപ്പോൾ 2ാമത്തെ മാസം തൊട്ട് ഞാൻ ഇൻപുട്ട് കൂടുതലായിട്ട് കൊടുക്കാനായിട്ട് തുടങ്ങി, ഡെയിലി വീഡിയോസ് ചെയ്യാനായിട്ട് തുടങ്ങി. അപ്പോൾ അതിൻ്റെ റിസൾട്ടാണ് ഇപ്പം നിങ്ങളുടെ മുന്നിൽ ഇങ്ങനെ ഒരു വീഡിയോ ഇത്രയും പെട്ടെന്ന് എനിക്ക് ചെയ്യാനായിട്ട് സാധിച്ചിട്ടുള്ളത്. ഇപ്പോൾ എൻ്റെ ചാനലിൽ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റും, ഏകദേശം 125ഓളം വീഡിയോസ് ഈ 3.5 മാസത്തിനുള്ളിൽ അപ്ലോഡായി കയറിയിട്ടുണ്ട്. അപ്പോൾ ഈ 1000 സബ്സ്ക്രൈബേഴ്സിൻ്റേതും 4000 വാച്ച് അവറിൻ്റേതും ക്രൈറ്റീരിയ കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ നമുക്ക് യൂട്യൂബിലേക്ക് റിക്വസ്റ്റ് ചെയ്യാം. അതിന് പ്രകാരം യൂട്യൂബ് നമ്മളുടെ ചാനലിലുള്ള വീഡിയോസ് എല്ലാം റിവ്യൂ ചെയ്യും. അവരുടെ പോളിസിക്ക് എന്തെങ്കിലും എതിരായിട്ട് ചെയ്തിട്ടുണ്ടോ എന്നുള്ളത്. അങ്ങനെയൊന്നും ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് പ്രൊസീഡ് തരും, അതായത് പാർട്ട്ണർ പ്രോഗ്രാമിൽ ജോയിൻ ചെയ്യാനായിട്ടുള്ള പ്രൊസീഡ് തരുന്നതാണ്. ഇനി എങ്ങനെയാണ് ഇതിലൂടെ ഒരു വരുമാനം വരുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇനി നിങ്ങൾക്ക് ഞാനിപ്പം ചെയ്യുന്ന വീഡിയോയിൽ ഉൾപ്പെടെ നിങ്ങൾക്ക് ആഡ് കാണാനായിട്ട് പറ്റും. പരസ്യങ്ങൾ ഇടയ്ക്ക് കയറി വരും. അപ്പോൾ ആ ഒരു ആഡ് ഈ നമ്മളുടെ വീഡിയോസ് കാണുന്ന സബ്സ്ക്രൈബേഴ്സ് കാണുന്നതനുസരിച്ചിട്ടാണ് യൂട്യൂബിൽ ഇതുപോലെ ചാനൽ നടത്തുന്നവർക്ക് വരുമാനം കിട്ടുന്നത്. ചെറിയ ചെറിയ വരുമാനങ്ങളായിരിക്കും. അത് നമ്മുടെ അക്കൗണ്ടിലേക്ക് നമുക്ക് കിട്ടുന്ന വ്യൂസിനനുസരിച്ചിട്ട് ആഡ് ആയിക്കൊണ്ടേയിരിക്കും. അപ്പോൾ ഈ രീതിയിലാണ് യൂട്യൂബിലൂടെ നമുക്ക് പാർട്ട്ണർ പ്രോഗ്രാമിൽ ജോയിൻ ചെയ്തിട്ട് വരുമാനം ഉണ്ടാക്കാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ ആ ഒരു ക്രൈറ്റീരിയയാണ് എനിക്കിപ്പോൾ കംപ്ലീറ്റ് ചെയ്യാനായിട്ട് കഴിഞ്ഞത്. ഒത്തിരി സന്തോഷമുണ്ട്. അപ്പോൾ ഇത്രയും കാലം എൻ്റെ വീഡിയോസ് എല്ലാം കണ്ടിട്ട് എന്നെ സപ്പോർട്ട് ചെയ്ത ഒത്തിരി കൂട്ടുകാരുണ്ട്. നമ്മുടെ ചാനലിൽ പുതിയതായിട്ട് വന്ന സബ്സ്ക്രൈബേഴ്സ് ഒത്തിരി ഉണ്ട്. ആദ്യം തൊട്ടേ വീഡിയോസ് കാണുന്ന ഒത്തിരി ആൾക്കാരുണ്ട്. നല്ല നല്ല കമൻറ്റുകൾ പറഞ്ഞ ആൾക്കാരുണ്ട്. ഇനി ചില വീഡിയോസൊക്കെ ഇടുമ്പോൾ അതിനകത്തുള്ള പോരായ്മകളൊക്കെ ചൂണ്ടിക്കാണിച്ചിട്ട് അതിന് പ്രകാരം അടുത്ത വീഡിയോസൊക്കെ ചെയ്യാനായിട്ട് എന്നെ പ്രേരിപ്പിച്ച ആൾക്കാരുണ്ട്. അപ്പോൾ ഇവർക്കെല്ലാം ഞാൻ ഒരുപാട് നന്ദി അറിയിക്കുന്നു. അതുപോലെ തന്നെ തുടർന്നും നിങ്ങളുടെ ഫുൾ സപ്പോർട്ട് കട്ടയ്ക്ക് എൻ്റെ കൂടെ ഉണ്ടാകണം. നമ്മുടെ ഈ ഫാമിലി നല്ല രീതിയിൽ വളർന്നു വരണം. അതിനുള്ള സപ്പോർട്ട് നിങ്ങളുടെ എല്ലാം എൻ്റെ കൂട്ടത്തിൽ തുടർന്നും ഉണ്ടാകണം. അപ്പോൾ ഇനിയാണ് ഞാൻ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കാനായിട്ടുള്ളത്. ഇനി ഒരു വീഡിയോ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ യൂട്യൂബ് തീർച്ചയായിട്ടും അത് റിവ്യൂ ചെയ്യും. കാരണം നമുക്ക് ഒരു വരുമാനം അവർ തരുന്നുണ്ടെങ്കിൽ നമ്മൾ ചെയ്യുന്ന വീഡിയോ അവരുടെ എന്തെങ്കിലും പോളിസിക്ക് എതിരായിട്ടുള്ളതാണോ എന്ന് അവർ ചെക്ക് ചെയ്യും.
അപ്പോൾ നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് എൻ്റെ കൂടെ ഉണ്ടാകണം. ഇതുവരെയും വീഡിയോസൊക്കെ കണ്ടതുപോലെ തന്നെ അതിൽ കൂടുതലായിട്ടുള്ള സപ്പോർട്ട് ഇനിയും ഉണ്ടാവുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടെ നന്ദി പറയുന്നു. അപ്പോൾ പുതിയതായിട്ട് നമ്മുടെ ചാനൽ കാണുന്ന എല്ലാ കൂട്ടുകാരോടും എനിക്ക് പറയാനായിട്ടുള്ളത്, ഈ ഒരു ചാനലിനകത്ത് ഞാനിടുന്ന കണ്ടൻറ് എന്ന് പറയുന്നത് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ടെക് റിലേറ്റഡ് ആയിട്ടുള്ള കണ്ടൻറ്റ്, അതുപോലെ വിദ്യാഭ്യാസവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ, തൊഴിൽ വാർത്തകൾ, ഇങ്ങനെയുള്ള ട്രെൻഡിങ് ന്യൂസുകൾ, ഈ കാര്യങ്ങളൊക്കെയാണ് ഞാൻ ഈ ഒരു ചാനലിലൂടെ നിങ്ങളിലേക്ക് എത്തിച്ചു തരുന്നത്. ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള വാർത്തകൾ ഏറ്റവും പെട്ടെന്ന് തന്നെ നമ്മുടെ ചാനലിലൂടെ പുറത്തു വിടാറുണ്ട്. അത് ആദ്യം തൊട്ടേ സബ്സ്ക്രൈബ് ചെയ്തിട്ട് വീഡിയോസ് വാച്ച് ചെയ്യുന്നവർക്ക് അറിയാവുന്ന കാര്യമാണത്. അപ്പോൾ ഇപ്പോഴും വീഡിയോ കണ്ടിട്ട് സബ്സ്ക്രൈബ് ചെയ്യാത്ത എല്ലാ കൂട്ടുകാരെയും ഞാൻ ഈ ഒരു യൂട്യൂബ് ഫാമിലിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. അതുപോലെ തന്നെ ഇതുവരെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ആ ഒരു ബെല്ലൈക്കണും കൂടെ എനേബിൾ ചെയ്യണം. അതിലെ ഓൾ എന്ന് പറയുന്ന ഓപ്ഷനും കൂടെ കൊടുക്കണം. അത് കൊടുത്തെങ്കിലേ വീഡിയോസ് ചെയ്യുമ്പോഴത്തേക്കിന് നോട്ടിഫിക്കേഷൻസ് ഫോണിൽ ലഭിക്കത്തുള്ളൂ. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടെ ഒരു വലിയ നന്ദി പറയുന്നു. നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. അതുവരേക്കും ഗുഡ് ബൈ.